ശബരിമലയിലെ സ്വർണ്ണമോഷണ ട്രോഫിക്കായി നടത്തുന്ന കളിയിൽ മാൻ ഓഫ് ദി മാച്ചായി അവസാനം പുറത്തു വരുന്നത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അമാനുഷനായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്ന കാര്യം. കാരണം ദ്വാപരയുഗത്തിൽ ഉണ്ണിക്കണ്ണൻ ജീവിച്ചിരുന്നു. ഈ ഉണ്ണിക്കണ്ണനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണന് അമ്മ കൊണ്ട് വയ്ക്കുന്ന ഉറിയിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്ന വെണ്ണ മോഷ്ടിക്കുമായിരുന്നു. നമ്മുടെ കലിയുഗത്തിലെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി വെണ്ണ മോഷ്ടിക്കാൻ പോകുന്നില്ല, പകരം അദ്ദേഹം സ്വർണ്ണം മോഷ്ടിക്കാനാണ് പോയിരിക്കുന്നത്. രണ്ടുപേരും ഉണ്ണിക്കണ്ണന്മാരാണ്. മറ്റേ ഉണ്ണിക്കണ്ണന്, ദ്വാപരയുഗത്തിലെ ഉണ്ണിക്കണ്ണന് പട്ടുകോണമൊക്കെ ഉടുത്ത് തലയിൽ മയിൽപ്പീലിയൊക്കെ വെച്ച് ഒക്കെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഈ കലിയുഗത്തിലെ ഈ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനൊന്നും പോയില്ല. മറിച്ച് ഏറ്റവും മോഡേൺ വസ്ത്രധാരണമൊക്കെ ചെയ്ത് മാന്യനായിട്ടാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ദ്വാപരയുഗത്തിലെ ഉണ്ണിക്കണ്ണന് വെണ്ണ കട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ സമ്മതിച്ചില്ല. വെണ്ണ കട്ട് തിന്നോ എന്ന് നോക്കാനായി അമ്മ യശോദ വാ തുറക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ വാ തുറന്നപ്പോൾ 14 ലോകങ്ങളും ആ വായിൽ കണ്ട അമ്മ ഭയന്നുപോയി എന്നാണ് പറയുന്നത്. നമ്മുടെ കലിയുഗത്തിലെ ഉണ്ണികൃഷ്ണനോടെ വാ തുറക്കാൻ കോടതി പറഞ്ഞാൽ വാ തുറക്കും. വാ തുറന്നാൽ കേരളം ഞെട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അത്ര വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. 1999 ശതകോടീശ്വരനായ ഇന്ത്യയിലെ വലിയ വ്യവസായികളിൽ ഒരാളായ വിജയ് മാല്യ ശബരിമല ക്ഷേത്രത്തിനായി സമർപ്പിച്ച 33.5 കിലോ സ്വർണം കൊണ്ടുള്ള പാളികളാണ് ഈ ദ്വാരപാലകലിലെ പൊതിഞ്ഞിരുന്നത്, ക്ഷേത്രത്തിലെ പൊതിഞ്ഞിരുന്നത്. ചിലത് പൂശിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ അതെല്ലാം ചെമ്പായിട്ടാണ് കാണുന്നത്. എന്തൊരു മഹാത്ഭുതമാണെന്ന് നമ്മൾ നോക്കണം. സമകാലിക കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ കൊള്ളയുടെ അവസാനത്തെ ഉദാഹരണമാണ് ശബരിമല. ഈ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വത്തിൻ്റെ വിജിലൻസിനെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞാൽ ഞാൻ അറിയാതെ ചിരിച്ചുപോയി. കായംകുളം കൊച്ചുണ്ണി നടത്തിയ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെള്ളായണി പരമുവിനെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആരാ ചിരിക്കാത്തത്? ഈ ശബരിമല ഈ വിജിലൻസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്ത് UGCയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഫാക്കൽറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, FIP എന്ന് പറയും. അതിൽ MPhil കോഴ്സ് പഠിക്കാനായിട്ട് ഒരു UGCയുടെ ഒരു സ്കോളർഷിപ്പ് കിട്ടി. അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്ന് റിലീവ് ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് നന്തംകോട്ടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചെന്ന് റിലീവിംഗ് ഓർഡർ വാങ്ങിച്ചെങ്കിലേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റിലീവിംഗ് ഓർഡർ വാങ്ങിക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നന്തംകോടുള്ള ഓഫീസിൽ ഞാൻ എത്തി. റിലീവിംഗ് ഓർഡറിനുള്ള റിക്വസ്റ്റും അഡ്മിഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൂടെ കൊടുത്തു. അപ്പോൾ ബന്ധപ്പെട്ട ഒരു ക്ലാർക്കിന് 5 മിനിറ്റ് കൊണ്ട് തരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഉച്ചയായിട്ടും എനിക്ക് റിലീവിംഗ് ഓർഡർ കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നിസ്സാരമായൊരു കാര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോഴേ എൻ്റെ കോളേജിലൊരു അറ്റൻഡർ അദ്ദേഹം വന്ന് പറഞ്ഞു, എന്താ സാറേ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ റിലീവിംഗ് ഓർഡറിനായിട്ടിരിക്കുക, രാവിലെ തൊട്ട് ഇരിക്കുകയാണ്, കിട്ടുന്നില്ല. ആ ക്ലാർക്കിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം തരാമെന്നാണ് പറയുന്നത്, തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അകത്തോട്ട് കയറി തിരിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറ് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കേണ്ടി വരും, സാർ 25 രൂപയൊക്കെ കൊടുക്കണം, അത്രേ ഉള്ളൂ കാര്യം, അത് ഞാൻ സാറിനെ ഈ താമസിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ 25 രൂപ എൻ്റെ കോളേജിലെ അറ്റൻഡറുടെ കൊടുത്തു. അയാൾ അത് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ പോലും പോയില്ല, റിലീവിംഗ് ഓർഡർ അയാൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടു തരികയാണ് ചെയ്തത്. പിന്നീട് ഞാൻ അറിഞ്ഞത് എൻ്റെ ഈ 25 രൂപ കൈക്കൂലി വാങ്ങിച്ച ഈ ക്ലാർക്കാണ് പിന്നീട് വിജിലൻസിലെ ധാരാളമായ കേസുകൾ അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ ഈ ദേവസ്വം വിജിലൻസിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു അനുഭവസ്ഥനെന്നുള്ള നിലയിൽ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ്. സത്യം പറഞ്ഞാൽ സത്യസന്ധമായി നമ്മൾ ഒന്ന് വിശകലനം ചെയ്താൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു കൊള്ള സംഘത്തിൻ്റെ പിടിയിലാണ്. ഒരു പകൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ഒരു പറ്റം ആളുകളുടെ പിടിയിലാണ് ഈ ശബരിമല ക്ഷേത്രമടക്കമുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം. പരസ്പരം ചൂഷണം ചെയ്യുന്ന, ഭക്തന്മാരെ കൊള്ളയടിക്കുന്ന, ഭഗവാന് കാണിക്കയിടുന്ന നാണയങ്ങൾ പോലും കൊള്ളയടിക്കുന്നവർ വളരെ ധാരാളമാണ് ഈ ദേവസ്വം ബോർഡിൽ. എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ വളരെ കുറച്ച് പേരേ ഉള്ളെങ്കിലും ഈ കള്ളന്മാരുടെ കൂട്ടായ്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ
ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ഐശ്വര്യത്തിനും തടസ്സമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാം. ദേവസ്വം ബോർഡിൽ ഇരുന്ന പല പ്രസിഡന്റുമാരും അഴിമതിക്കാരാണ്, പല മെമ്പർമാരും അഴിമതിക്കാരായിരുന്നു. 3 വർഷത്തെ ടേമിനിടയിൽ കിട്ടുന്ന കാശ് എങ്ങനെയെങ്കിലും കട്ടുമുട്ടിച്ച് കൊണ്ടുപോകുന്നതിനപ്പുറം ഒരു താല്പര്യം പലർക്കുമില്ലായിരുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് മറ്റൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. നിരീശ്വരവാദികളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും. എന്തിനാണ് നിരീശ്വരവാദികളുടെ പാർട്ടിയുടെ പ്രതിനിധിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രസിഡൻ്റായും മെമ്പർമാരായിട്ടും വെക്കുന്നത്? അതിൻ്റെ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു നിലപാട് ആ പാർട്ടി ആലോചിക്കണ്ടേ? അവർ ദേവസ്വത്തിലേക്ക് തുടണ്ട. UDF അല്ലെങ്കിൽ LDF ഘടകകക്ഷികളുണ്ടല്ലോ, ഘടകകക്ഷികളെ ചുമതലപ്പെടുത്തിയാൽ മതിയല്ലോ. അതല്ലെങ്കിൽ നിഷ്പക്ഷരായ ആളുകളെ ദേവസ്വം ബോർഡ് ഏൽപ്പിക്കാം, പാർട്ടി മെമ്പർമാരെ വേണ്ട. പക്ഷേ അതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കൊള്ളയടിക്കാൻ പറ്റുന്ന ആളുകളെ നിയമിക്കുക, അവരിലൂടെ കൊള്ള നടത്തുക, കൊള്ള മുതൽ പങ്കുവയ്ക്കുക. ഇത് ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമല്ല. ദീർഘകാലമായിട്ട് ശബരിമല നിൽക്കുന്ന ശബരിമല അടക്കമുള്ള ക്ഷേത്രത്തിലെ ഇതാണ്. ശബരിമല അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണെന്നേ ഉള്ളൂ. കോടിക്കണക്കിന് രൂപ വരുമാനമുള്ള ശബരിമല ക്ഷേത്രം, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ ശബരിമലയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ശബരിമലയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വാർത്തയിലേക്ക് വരും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ശബരിമല ക്ഷേത്രത്തിൽ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങളും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കഴിഞ്ഞ ദിവസം ഒരു മുൻ ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന ഒരാൾ, നാളുകൾക്ക് മുമ്പാണ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് വളരെ ദുഃഖത്തോടെ പറഞ്ഞു, ശബരിമല നടക്കുന്ന വൻ തീവെട്ടിക്കൊള്ളയെക്കുറിച്ച് ദുഃഖത്തോടെ പറഞ്ഞു. ഒരാൾ വിചാരിച്ചാൽ ഇത് തടയാൻ പറ്റില്ല. ഒരു വലിയ ഗ്രൂപ്പ് കൃത്യമായിട്ട് നടത്തുന്ന ഒരു കൊള്ളയാണ് ഇത്. അവിടുത്തെ സ്വർണ്ണപ്പാളികൾ അഴിച്ചുകൊണ്ട് പോവുക. ഈ അഴിച്ചുകൊണ്ട് പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? അയാൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് എന്ത് ബന്ധമാണ്? 40 വർഷത്തെ വാറണ്ടിയുള്ള ഒരു സാധനത്തിന് വാറണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ. 1999 വിജയമാല്യ പൊതിഞ്ഞ സ്വർണ്ണത്തകിട് 2025 വെള്ളിയായതായിട്ടാണ് നമ്മൾ അറിയുന്നത്. 1918 തന്നെ അത് വെള്ളിയായി എന്ന് പറയുന്നു. അത് അറിഞ്ഞത് 2025 എന്ന് പറയുന്നു. എത്ര നിർഭാഗ്യകരമായ കാര്യമാണ്. നല്ല 91 കാരറ്റ് സ്വർണ്ണമാണ് താൻ കൊടുത്തത് എന്നാണ് വിജയമാല്യ പറയുന്നത്. വിജയമാല്യയ്ക്ക് കള്ളം പറഞ്ഞിട്ട് കാര്യം എന്താണ്? വിജയമാല്യ കള്ളത്തരം കാണിക്കാനാണെങ്കിൽ സ്വർണ്ണം കൊണ്ട് അങ്ങോട്ട് വരണ്ടായല്ലോ. അപ്പോൾ സ്വർണം അവിടെ വിജയമാല്യ കൊടുത്ത സ്വർണം അത് നല്ല പ്യുവർ തങ്കമാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. മറിച്ച് ആ സ്വർണം ഇന്ന് കാണാനില്ല. ചെമ്പ് പാളിയായിട്ടത് മാറിയിട്ടുണ്ടെങ്കിൽ അത് കൊള്ളയടിക്കപ്പെട്ടതാണെന്ന കാര്യത്തിലും സംശയമില്ല. ആരാണ് ഈ കൊള്ളയ്ക്ക് ഉത്തരവാദി? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ അങ്ങനെ കൊള്ള നടത്താൻ പറ്റുമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബിനാമി മാത്രമാണ്. കൊള്ളത്തലവൻ പഴയ കാലത്തെ തമിഴ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അവരെ അജ്ഞാതമായ ഏതോ സ്ഥലത്തിരുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയന്ത്രിച്ചു എന്നുള്ള കാര്യത്തിൽ എന്തിനാണ് സംശയം? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വാ തുറന്നാൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ശബരിമലയിലെ സ്വർണത്തിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതുമാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കൊള്ളകളെക്കുറിച്ച് തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഭക്തജനങ്ങൾ കാണിക്കയായിട്ട് കൊടുക്കുന്ന സ്വർണം ചിലത് ആൾരൂപമായിരിക്കും, ചിലത് പൊട്ടായിട്ടായിരിക്കും കൊടുക്കുന്നത്. അതൊക്കെ ഒരു 2.5-3 ഗ്രാം അല്ലെങ്കിൽ 3 ഗ്രാമിൻ്റെ താഴെയായിരിക്കും വരുന്നത്. ഈ 2 ഗ്രാമിനോ 3 ഗ്രാമിനോ താഴെ വരുന്ന ആൾരൂപവും പൊട്ടുമൊക്കെയാണ് കാണിക്കയായിട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ അതുപോലെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ഒരു കണക്കുമില്ല. 100 പേര് 2 ഗ്രാമുള്ള പൊട്ടോ അല്ലെങ്കിൽ ആൾരൂപമോ കൊടുത്താൽ 200 ഗ്രാമാണ്. 1000 പേര് കൊടുത്താൽ അത് 2000 ഗ്രാമാണ്. 2000 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര പവനായി എന്ന് നമുക്ക് മനസ്സിലാകും. അതിന് എന്ത് വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കൊച്ചു കൊച്ചു പൊട്ടുകളായിട്ട് വരുന്നതിനൊന്നും കൃത്യമായ കണക്കുകളില്ല. അതേസമയം ഈ കിട്ടുന്ന സ്വർണം കൃത്യമായി സൂക്ഷിച്ച് വയ്ക്കുവാനും അത് പിന്നീട് ഉരുക്കി സ്വർണ്ണ ബാറുകളാക്കി മാറ്റുവാനും ചെയ്തിരുന്നെങ്കിൽ അത് ഫലപ്രദമായ ഒരു നിക്ഷേപമാക്കി മാറ്റാമായിരുന്നു. അത്തരം സംവിധാനം അവിടെയില്ല. ഇപ്പം മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് അഴിച്ചോണ്ട് പോയി 10-30 ദിവസം വരെ കസ്റ്റഡി വെച്ചിരുന്നു. നടൻ ജയറാം അടക്കമുള്ള ആളുകളുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി അത് അവിടെ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചത് സ്വർണ്ണ പാളി തന്നെയാണെന്നാണ് പറയുന്നത്. അവിടെ പ്രദർശിപ്പിക്കുന്നു, അയാൾ അതിൻ്റെ കാശ് വാങ്ങിക്കുന്നു.
ഇങ്ങനെ ഒരുത്തൻ ഇതൊക്കെ കൊണ്ടുപോകുന്നതിന് ഇവൻ അനുവാദം കൊടുത്തതാരാണ്? ഇത് ദേവസ്വം ബോർഡിലെ ഒരാൾ മാത്രം വിചാരിച്ചാൽ കഴിയുമോ? ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ കഴിയുമോ? തിരുവാഭരണത്തിന് മാത്രമായി ഒരു കമ്മീഷണറുണ്ട്, തിരുവാഭരണത്തിൻ്റെ കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയപ്പോൾ, ഇതൊക്കെ നിരുത്തരവാദപരമായി ഇത് ദുരുപയോഗപ്പെടുത്തിയപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അത് തടയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിലും കിട്ടുന്ന സ്വർണം എത്ര ഗ്രാമുണ്ട്, എത്ര കിലോ ഉണ്ട്, ഗ്രാമല്ല എത്ര കിലോ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകളുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ, ക്ഷേത്രത്തിൻ്റെ വക പുരയിടങ്ങൾ, അതെല്ലാം ക്ഷേത്രത്തിൻ്റെ കയ്യിലുണ്ടോ? ഇതൊക്കെ നോക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം എന്ന് പറയുന്നത് കൊള്ള സംഘങ്ങൾക്ക് കയറി നിരങ്ങാൻ എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറി. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭക്തജനങ്ങളെ വഴിപാട് ഇടുക, കാണിക്ക ഇടുക, അല്ലെങ്കിൽ വഴിപാടായിട്ട് എന്തെങ്കിലുമൊക്കെ അർപ്പിക്കുക, അതോടുകൂടി അവരുടെ ജോലി കഴിഞ്ഞു. പക്ഷേ അവർ കാണിക്ക ഇടുന്ന ഓരോ നാണയവും ആരുടെയൊക്കെ കയ്യിലാണ് എത്തുന്നത് എന്ന് പലപ്പോഴും ഈ പാവം ഭക്തജനങ്ങൾ അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊരു അഴിമതിയെക്കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. ചെട്ടികുളങ്ങര ക്ഷേത്രം വരുമാനമുള്ള ക്ഷേത്രമാണ്. മലയാലപ്പുഴ ക്ഷേത്രം വരുമാനമുള്ളതാണ്. അങ്ങനെ പ്രമുഖരായ വളരെ പ്രധാനപ്പെട്ട ചില ക്ഷേത്രങ്ങളുണ്ട്. സ്വന്തം വരുമാനം കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്താവുന്നതും ദേവസ്വം ബോർഡിലേക്ക് പണം അടയ്ക്കാനും ഒക്കെ കഴിയുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ പൂജാരിയാകണമെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന പ്രസിഡൻറ്റിനും മെമ്പർമാർക്കും കൈക്കൂലി കൊടുക്കണം. ഞാൻ പറയുന്ന വാസ്തവമാണ്. എല്ലാ മെമ്പർമാരും പ്രസിഡൻറ്റുമാരും കൈക്കൂലി വാങ്ങിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ₹1 പോലും കൈക്കൂലി വാങ്ങിക്കാത്ത നല്ല പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത പ്രസിഡൻറ്റന്മാരുണ്ടായിട്ടുണ്ട്, മെമ്പർമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൈക്കൂലി വാങ്ങിക്കുന്ന പ്രസിഡൻ്റുണ്ട്, കൈക്കൂലി വാങ്ങിക്കുന്ന മെമ്പർമാരും ഉണ്ടായിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. ഇവർ പൂജാരിയുടെ നിന്നാണ് കൈക്കൂലി വാങ്ങിക്കുന്നത്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയായിട്ടോ കീഴ്ശാന്തിയായിട്ടോ പോകണമെങ്കിൽ അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടണേ കാശ് കൊടുക്കണം. ചില മന്ത്രിമാർ നന്നായിട്ട് കൈക്കൂലി കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ ഉദ്യോഗസ്ഥന്മാരുടെ നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്ന മന്ത്രിമാരുണ്ട് കേരളത്തിലെന്ന് പറയുന്നതിനകത്ത് എന്താ അത്ഭുതം? എത്രയോ കാലമായിട്ടുണ്ട് കേരളത്തിൽ കൈക്കൂലി വാങ്ങിക്കുന്ന മന്ത്രിമാർ. അതേസമയം കൈക്കൂലി വാങ്ങിക്കാത്ത മന്ത്രിമാരുമുണ്ട്. പൊതുവേ കൈക്കൂലി വാങ്ങിക്കാത്ത മന്ത്രിമാരെ നമുക്ക് വിരളിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. അവരെക്കുറിച്ചൊക്കെ നമുക്കറിയാം. കൈക്കൂലി വാങ്ങിക്കുന്നവനെയും അറിയാം. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഒരു സ്ഥിതി. ഈ സാഹചര്യത്തിൽ ഈ കുത്തഴിഞ്ഞ പുസ്തകം കുത്തിക്കെട്ടാനുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൈക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ അന്വേഷണം ഒരു ADGPയെ ഏൽപ്പിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിയാൽ സംശയിക്കേണ്ട കാര്യമില്ല. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബിനാമിയാണ്, ആരാണ് അവിടെ കൊള്ള നടത്തിയിരിക്കുന്നത്, ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. ഈ കൊള്ള നടത്തി ഇവറ്റകൾ സമ്പാദിച്ച കോടികളും ലക്ഷങ്ങളും വരുന്ന സ്വത്തുക്കൾ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ധീരത നമ്മുടെ ഗവൺമെൻറ്റിനുണ്ടാകണം. അത് സ്വാഭാവികമായും പ്രയാസമെന്ന് നമുക്കറിയാം. അതിപ്പോൾ UDF വന്നാലും പ്രയാസമാണ്. കാരണം കൊള്ള മുതൽ പങ്കെടുക്കുന്നതിന് LDF UDF എന്നൊന്നുമില്ല, അതെല്ലാം ഒരുപോലൊക്കെ തന്നെയുള്ളൂ. ഹൈക്കോടതി ഈ കാര്യത്തിൽ ഇടപെട്ട് കൃത്യമായി ഒരു അന്വേഷണം നടത്തിയാൽ സംശയിക്കേണ്ട കാര്യമില്ല. കൊള്ളത്തലവന്മാരാരൊക്കെയാണെന്നും എത്രയൊക്കെ കോടികൾ ഇവർ സമ്പാദിച്ചിട്ടുണ്ടെന്നും എവിടൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെന്നും നിസ്സാരമായിട്ട് കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും ഉചിതമായ അന്വേഷണം CBI അന്വേഷണമായിരുന്നു. കാരണം അവിടെ നടന്ന ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട പല പ്രതികളും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉള്ളതാണ്. ഈ സ്വർണ്ണപ്പാളി അത് നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് ഒരു പ്രമുഖനായ ഒരാൾ, പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത ഒരാൾ, അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പാളി അതുപോലെ ഏതെങ്കിലും ഭക്തൻ്റെ വീട്ടിൽ കാണും. ഉരുക്കി അത് സ്വർണ്ണമാക്കിയാൽ അല്ലെങ്കിൽ അത് മറിച്ച് ഉരുക്കി കൊടുത്താൽ കിട്ടുന്നത് കുറച്ച് പണമേ കിട്ടുകയുള്ളൂ. അതേസമയം ശബരിമല ക്ഷേത്രത്തെ പൊതിഞ്ഞു നിന്ന സ്വർണ്ണപ്പാളികളാണ് എന്ന് പറഞ്ഞാൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന പണം കൊടുത്ത് അത് വാങ്ങിക്കൊണ്ടു പോകും. ഒരുപക്ഷെ നഷ്ടപ്പെട്ട സ്വർണ്ണപ്പാളികൾ ഏതെങ്കിലുമൊക്കെ വലിയ ശതകോടീശ്വരന്മാരുടെ പൂജാമുറിയിലുണ്ടോ എന്ന് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയും. തീർച്ചയായിട്ടും ശബരിമല മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന സകല അഴിമതികളെക്കുറിച്ചും സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയില്ലെങ്കിൽ അത് ഭക്തജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയായിരിക്കും. അതുകൊണ്ട് കോടതി അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിനും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
ധീരമായി അത് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിന് എന്നെങ്കിലും കഴിഞ്ഞാൽ അന്ന് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം രക്ഷപ്പെടും എന്ന് മാത്രമല്ല, ഭക്തന്മാരെ കാണിക്കയായി കൊടുക്കുന്ന പണം ഫലപ്രദമായി ക്ഷേത്രങ്ങളുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നൊരു കാലം വരും. അത്തരം ഒരു കാലം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. നല്ലത് വരട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റി തെറ്റുകാരനാണെങ്കിൽ അയാൾ അടക്കം ഇതിൻ്റെ പിന്നിലെ അഴിമതിക്കാരെ മുഴുവൻ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കുന്ന ഒരു നാളുണ്ടാകും. അതിന് അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.